CPM അടിമുടിപ്പെട്ടിരിക്കുകയാണ്. കെ ശൈലജയെ മട്ടന്നൂരിൽ മാറ്റിയതിൻ്റെ തിരിച്ചടി വരും ദിവസങ്ങളിൽ CPM കാണേണ്ടി വരും. ഇതിനിടയിൽ പേരാവൂരിൽ പണി കൊടുക്കാനിറങ്ങിയ പിണറായി തന്നെ ഇപ്പോൾ പെട്ടിരിക്കുകയാണ്. സണ്ണി ജോസഫിനെ ആർക്കും തോൽപ്പിക്കാനാവില്ല. ശൈലജയ്ക്ക് പേരാവൂർ നൽകിയത് മാറ്റി നിർത്തുന്നതിന് തുല്യമെന്ന് പ്രതിപക്ഷം മാത്രമല്ല, കേരളത്തിലെ പൊതുജനങ്ങളും പറയുകയാണ്. CPMനുള്ളിലും അമർഷം ചിലരിലെങ്കിലും പുകയുകയാണ്. ഏതായാലും അത് പിണറായിയുടെ തീരുമാനം തന്നെയാണ്. സണ്ണി വക്കീലിനെ തളയ്ക്കാൻ ശൈലജ ടീച്ചറിന് കഴിയുമോ? പക്ഷെ പേരാവൂർ പറയുന്നത് എന്താണ്? തളിപ്പറമ്പിൽ PK ശ്യാമള വേണ്ട, ജനകീയതയില്ല, സമൂഹ മാധ്യമങ്ങളിൽ എതിർപ്പുമായി CPM അണികൾ. കെ ശൈലജയെ ഇവിടെ ഒതുക്കുമ്പോൾ മറുവശത്ത് PK ശ്യാമളയെ ഉയർത്താനിറങ്ങുന്ന CPMനോട് ആ കളി വേണ്ട എന്ന CPM അണികൾ തന്നെ പരോക്ഷമായി പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്ന് വ്യക്തം. ജനകീയ പിന്തുണയുള്ള ജനകീയതയുള്ള കെ ശൈലജയെ മട്ടന്നൂരിൽ മാറ്റി പേരാവൂരിൽ സണ്ണി ജോസഫിനെതിരെ അംഗത്തിനിറക്കുമ്പോൾ അത് മാറ്റി നിർത്തുന്നതിന് തുല്യം, തോൽപ്പിക്കുന്നതിന് തുല്യം എന്നുള്ള ചർച്ചകളൊക്കെ ഒരു വശത്തുണ്ട്. ഇതിനിടയിലാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയെ തളിപ്പറമ്പിൽ വേണ്ട എന്നുള്ള ചർച്ചകൾ. അവിടെ കൊണ്ട് തീർന്നില്ല CPMനുള്ള ചോദ്യങ്ങൾ. CPM പ്രവർത്തകർ പോലും പങ്കെടുക്കുന്നില്ല. പത്തനംതിട്ടയിൽ ആരോഗ്യമന്ത്രിക്ക് ഒഴിഞ്ഞ സദസ്സ്, 10ൽ താഴെ കാണികൾ മാത്രം, ആളില്ലാ കസേരകൾക്ക് മുന്നിലായിരുന്നു ഉദ്ഘാടനം. അവിടെ കൊണ്ട് തീർന്നില്ല. വീണ ജോർജിന്റെ ഭർത്താവിന്റെ ആവശ്യം CPM അംഗീകരിക്കാനിടയില്ല. വാർത്ത നിഷേധിക്കാതെ ഭർത്താവ്. മന്ത്രി വീണ ജോർജിനെ മത്സരിപ്പിക്കരുതെന്ന് ഭർത്താവ് ജോർജ് ജോസഫ് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. പ്രശ്നങ്ങൾ അവിടെയും അവസാനിക്കുന്നില്ല. 2 സീറ്റ് എറണാകുളത്തെ CPMൽ തീരാത്ത ആശയക്കുഴപ്പം. M സ്വരാജ് അല്ലെങ്കിൽ തൃപ്പൂണിത്തുറയിൽ ആര്? ഉണ്ണികൃഷ്ണനെങ്കിൽ വൈപ്പിനിൽ എന്ത് ചെയ്യും? സ്ഥാനാർത്ഥി പട്ടികയെ ചൊല്ലി കണ്ണൂർ CPMലും മുറുമുറുപ്പും കൂട്ടയടിയും ഒക്കെ തന്നെയാണ്. സാമുദായിക സമവാക്യവും ചർച്ച. ഇതിനിടെ 2016ലും 2021ലും 2ാം സ്ഥാനത്ത്, 2026ൽ കഥ മാറ്റിയെഴുതും. പാലക്കാട് പിടിക്കാൻ ശോഭാ സുരേന്ദ്രൻ ഇറങ്ങുന്നതോടെ CPMന് ആ വഴിക്കും പണിയും ചോദ്യങ്ങളും തന്നെ. സണ്ണി ജോസഫിനെ ആർക്കും തോൽപ്പിക്കാനാവില്ല. ശൈലജയ്ക്ക് പേരാവൂർ നൽകിയത് മാറ്റി നിർത്തുന്നതിന് തുല്യം. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ 24 മണിക്കൂറിനുള്ളിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി VD സതീശൻ പറയുന്നുണ്ട്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനെ പേരാവൂരിൽ ആർക്കും തോൽപ്പിക്കാനാകില്ലെന്നും മട്ടന്നൂരിൽ നിന്നും കെ ശൈലജയെ മാറ്റി തോൽക്കുന്ന സീറ്റ് നൽകുന്നത് മാറ്റി നിർത്തുന്നതിന് തുല്യമാണെന്ന് സതീശൻ പറഞ്ഞതോടെ CPM വെട്ടിലായിരിക്കുകയാണ്. മാർച്ച് 1 തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുമെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ അതുണ്ടായില്ല. ആ സാഹചര്യത്തിൽ മുൻകൂട്ടി സ്ഥാനാർത്ഥികളെ തീരുമാനിക്കേണ്ട കാര്യമില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നാൽ 24 മണിക്കൂറിനുള്ളിൽ ആദ്യഘട്ടത്തിലെ 50 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. 3-4 ദിവസം കഴിഞ്ഞാണെങ്കിൽ 60 സ്ഥാനാർത്ഥികളെ വരെ പ്രഖ്യാപിക്കാനാകും. ഡൽഹിയിൽ പോയി 10-15 ദിവസം എടുത്ത സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന രീതി ഇക്കുറി ഉണ്ടാകില്ലെന്നും VD സതീശൻ വ്യക്തമാക്കി. പാലക്കാട് സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. പലരെയും പരിഗണിക്കുന്നുണ്ട്. അധികാരം ഇല്ലാത്ത കാലത്തും കോൺഗ്രസിനൊപ്പം നിന്ന ആളാണെന്നും പേര് പരിഗണിക്കുന്നതിൽ അഭിമാനമുണ്ടെന്നും സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ലെന്നുമാണ് രമേശ് പിഷാരടി പറഞ്ഞത്. LDFന്റെ 3 MLAമാരാണ് BJPയിൽ ചേർന്നത്. ആദ്യം അൽഫോൺസ് കണ്ണന്താനം പോയി കേന്ദ്രമന്ത്രിയായി. ഇപ്പോൾ രാജേന്ദ്രനും അജിത്തും BJPയിൽ ചേർന്നു. കേരളത്തിൽ മറ്റു പാർട്ടികളിലേക്ക് ഏറ്റവും കൂടുതൽ പോകുന്നത് CPMകാരാണ്. പൊതുയാത്രയിലും എല്ലാ നിയോജക മണ്ഡലങ്ങളിലും CPMകാർക്ക് കോൺഗ്രസിലേക്ക് അംഗത്വം നൽകി. ഇടതുപക്ഷ സഹയാത്രികർ ഉൾപ്പെടെയുള്ളവരാണ് ജാഥയിൽ ചേരുന്നതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ശബരിമല യുവതീ പ്രവേശനത്തിൽ എന്താണ് നിലപാടെന്ന് സർക്കാർ പറയട്ടെ. ചെയ്തത് തെറ്റാണെന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. അതിന് മാപ്പപേക്ഷയും നടത്തി. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്രയും കാലമായിട്ടും യുവതീ പ്രവേശനത്തിന് അനുകൂലമായ സത്യവാങ്മൂലം തിരുത്താൻ തയ്യാറാകാതിരുന്നതെന്ന് വ്യക്തമല്ല. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെങ്കിലും തെറ്റുതിരുത്തി പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാകട്ടെ. നവോത്ഥാന സമിതി രൂപീകരിച്ച് യുവതീ പ്രവേശത്തെ എതിർത്തവരെല്ലാം പിന്തിരിപ്പന്മാരാണെന്നാണ് അന്ന് പറഞ്ഞത്. ഞങ്ങളും ഈ വിഷയത്തിൽ ചർച്ച നടത്തിയാണ് മതപരമായ ആചാരാനുഷ്ഠാനത്തിൽ സർക്കാരും കോടതികളും ഇടപെടേണ്ടെന്നും മാറ്റമുണ്ടാകണമെങ്കിൽ മതത്തിനുള്ളിൽ നിന്ന് തന്നെ തീരുമാനം വരട്ടെ എന്ന നിലപാട് സ്വീകരിച്ചതെന്നും സതീശൻ പറഞ്ഞു. ഏതായാലും മത്സരിക്കണമെങ്കിൽ പേരാവൂർ പാർട്ടി നേതൃയോഗത്തിന് ശേഷം പിണറായി വിജയന്റെ നിർദ്ദേശം അതായിരുന്നു. അതായത് കെ ശൈലജയെ പേരാവൂരിൽ മത്സരിപ്പിക്കണമെന്നുള്ളത് പിണറായിയുടെ തീരുമാനം. ഒടുവിൽ പാർട്ടി നിർദ്ദേശം ശൈലജ സ്വീകരിച്ചു. അതിനും കാരണമുണ്ട്. മട്ടന്നൂർ ഇല്ലെങ്കിൽ മത്സരിക്കുന്നില്ല, അതായിരുന്നു പാർട്ടി യോഗത്തിൽ ശൈലജയുടെ നിലപാട്. മട്ടന്നൂർ നൽകാനാവില്ലെന്ന് പാർട്ടി നിലപാടെടുത്തു. ടൈം വ്യവസ്ഥയും കാരണമായി പറഞ്ഞു. അതേസമയം ശൈലജയെ മാറ്റി നിർത്തിയാൽ ദോഷം ചെയ്യുമെന്ന ചർച്ചയും വന്നു. അതോടെയാണ് പാർട്ടിക്ക് സ്വാധീനം കുറവുള്ള പേരാവൂർ ചർച്ചയിലെത്തിയത്. എതിർ സ്ഥാനാർത്ഥി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ആണെന്നത് മത്സരത്തിന് VIP പരിവേഷം പകർന്നു. പാർട്ടി നിർദ്ദേശം സ്വീകരിക്കുന്നതിനപ്പുറം മത്സരത്തിൽ നിന്നും മാറി നിൽക്കുന്നത് ഭാവിയിൽ ദോഷം ചെയ്യുമെന്ന് അടുപ്പമുള്ളവരും ശൈലജയോട് പറഞ്ഞു.
അതോടെ നിർദ്ദേശം ശൈലജ സ്വീകരിച്ചു. സണ്ണി വക്കീലും ശൈലജ ടീച്ചറും എത്തിയതോടെ പേരാവൂർ 2026 ഹോട്ട് സീറ്റായി. എന്താണ് പേരാവൂരിലെ ഇപ്പോഴത്തെ സ്ഥിതി? കുടിയേറ്റക്കാർ ഏറെയുള്ള പേരാവൂർ മണ്ഡലത്തിൽ കോൺഗ്രസിന് നല്ല വളക്കൂറുണ്ട്. ആ മണ്ണിൽ 2006 കെ ശൈലജ മത്സരിച്ചപ്പോൾ CPM വേരുപിടിച്ചു. പിന്നീട് വളർച്ചയുണ്ടായില്ലെന്ന് മാത്രം. ഇത്തവണ അതേ മണ്ണിലേക്ക് ശൈലജയെ വീണ്ടും വയ്ക്കാൻ CPM തീരുമാനിച്ചത് കുടിയേറ്റ മേഖലയിൽ വേരുപിടിപ്പിക്കുക എന്നതിനപ്പുറം സംസ്ഥാന തലത്തിൽ തന്നെ കടുത്ത പോരാട്ടത്തിന്റെ പ്രതീതി ഉണ്ടാക്കുക എന്നതുകൂടിയാണ്. നിലവിലെ സിറ്റിംഗ് MLA ആയ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ആയിരിക്കും മത്സരിക്കുന്നതെന്ന് ഏറെക്കുറെ തീരുമാനമായിരുന്നു. ആ ഉറപ്പിൽ പാർട്ടി പ്രവർത്തകർ സണ്ണി ജോസഫിന് വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ച് ബാനറുകൾ സ്ഥാപിക്കുകയും ചെയ്തു. പിന്നീട് ഇത് എടുത്തു മാറ്റിയെങ്കിലും സണ്ണി ജോസഫ് തന്നെയാണ് മത്സരിക്കുന്നതെന്ന് പ്രവർത്തകർ ഉറപ്പിച്ചു. ഈ സാഹചര്യത്തിലാണ് മുൻ ആരോഗ്യമന്ത്രിയായ കെ ശൈലജയെ പേരാവൂരിൽ ഇറക്കുന്നത്. ഇതിനായി 3 ടീം നിബന്ധനയും ഒഴിവാക്കി. തളിപ്പറമ്പിൽ PK ശ്യാമള വേണ്ട, ജനകീയതയില്ല, സമൂഹ മാധ്യമങ്ങളിൽ എതിർപ്പുമായി CPM അണികൾ. കണ്ണൂരിലെ തളിപ്പറമ്പ് മണ്ഡലത്തിൽ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നതിനെതിരെ CPM അണികളും അനുഭാവികളും രംഗത്ത്. പ്രധാനമായും സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് പാർട്ടി അനുകൂലികൾ തങ്ങളുടെ വിയോജിപ്പ് പരസ്യമായി പ്രകടിപ്പിക്കുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ എന്ന പരിഗണനയിലാണ് അവർക്ക് സീറ്റ് നൽകിയതെന്ന ആക്ഷേപവും PK ശ്യാമളയുടെ ജനകീയതയില്ലായ്മയും വിജയസാധ്യതയെ ബാധിക്കുമെന്നും സൈബറിടങ്ങളിൽ വിമർശനം ഉയരുന്നുണ്ട്. മുൻപ് ആന്തൂർ നഗരസഭയിലുണ്ടായ വിവാദങ്ങളും പ്രവാസിയുടെ ആത്മഹത്യയും PK ശ്യാമളയുടെ ജയസാധ്യതയെ ബാധിച്ചേക്കുമെന്നും അണികൾ ഭയപ്പെടുന്നു. തളിപ്പറമ്പ് പോലുള്ള ഇടതുകോട്ട നിലനിർത്താൻ കൂടുതൽ ജനസമ്മതിയുള്ള നേതാവിനെ പാർട്ടി കണ്ടെത്തണമെന്നാണ് പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യം. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ UDFന് മണ്ഡലത്തിൽ സ്വാധീനം വർദ്ധിക്കുന്നത് കണക്കിലെടുത്ത സ്ഥാനാർത്ഥിയെ മാറ്റണമെന്ന മുന്നറിയിപ്പാണ് പ്രവർത്തകർ നൽകുന്നത്. PK ശ്യാമളയ്ക്ക് താഴെത്തട്ടിലുള്ള അണികളുമായോ പൊതുജനങ്ങളുമായോ വേണ്ടത്ര ആത്മബന്ധമില്ലെന്നും അവരൊരു ജനകീയ നേതാവല്ലെന്നുമാണ് പ്രധാന വിമർശനം. ജനകീയനായ ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയില്ലെങ്കിൽ അത് പാർട്ടിയുടെ ജയസാധ്യതയെ ബാധിക്കുമെന്നും അണികൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. തളിപ്പറമ്പ് CPMന്റെ ശക്തമായ കോട്ടയാണെങ്കിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MV ഗോവിന്ദന്റെ ഭൂരിപക്ഷം 22,000 കുറഞ്ഞതും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി K സുധാകരൻ ഈ മണ്ഡലത്തിൽ 8,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയതും വോട്ടിംഗ് രീതിയിൽ മാറ്റം വരുന്നതിന്റെ സൂചനയായി അണികൾ ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരം സാഹചര്യത്തിൽ PK ശ്യാമളയെ പോലൊരു സ്ഥാനാർത്ഥി വരുന്നത് മണ്ഡലം കൈവിട്ടു പോകാൻ കാരണമാകുമെന്നാണ് ഇവരുടെ മുന്നറിയിപ്പ്. അതിനിടെ PK ശ്യാമള ആന്തൂർ നഗരസഭ അധ്യക്ഷയായിരുന്ന കാലത്ത് പ്രവാസി വ്യവസായി സാജന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ വീണ്ടും ചർച്ചയാകുന്നുണ്ട്. ഈ വിവാദം തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്നാണ് അണികൾ കരുതുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ എന്ന നിലയിലാണ് അവർക്ക് സ്ഥാനാർത്ഥിത്വം നൽകിയതെന്ന വിമർശനവും ഒരു വിഭാഗം ഉയർത്തുന്നുണ്ട്. എന്നാൽ അവർ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയും ദീർഘകാലത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള നേതാവാണെന്ന് അനുകൂലിക്കുന്നവർ വാദിക്കുന്നു. സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ നിലവിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകരിച്ച പട്ടികയ്ക്ക് ജില്ലാ സെക്രട്ടേറിയറ്റും അംഗീകാരം നൽകിയിട്ടുണ്ട്. എന്നാൽ താഴെത്തട്ടിലുള്ള പ്രതിഷേധം കണക്കിലെടുത്ത് സ്ഥാനാർത്ഥിത്വത്തിൽ പുനർചിന്തനം വേണമെന്നും PK ശ്യാമളയ്ക്ക് പകരം ജനകീയനായ മറ്റൊരു നേതാവിനെ കൊണ്ടുവരണമെന്നുമാണ് സൈബർ ഇടങ്ങളിൽ ഉൾപ്പെടെ ഉയർന്ന പ്രധാന ആവശ്യം. പത്തനംതിട്ടയിലാണെങ്കിൽ CPM പ്രവർത്തകർ പോലും പങ്കെടുത്തില്ല. ആരോഗ്യമന്ത്രിക്ക് ഒഴിഞ്ഞ സദസ്സ്, 10-ൽ താഴെ കാണികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആളില്ലാ കസേരകൾക്ക് മുന്നിൽ ഉദ്ഘാടനം. സർക്കാരിന്റെ പ്രധാന പരിപാടിയുടെ ഉദ്ഘാടനമായിട്ടും ഇത്രയും ഒഴിഞ്ഞ സദസ്സ് എങ്ങനെ സംഭവിച്ചു എന്നതിൽ ചർച്ച സജീവമാണ്. അതിനിടെയാണ് വീണ ജോർജിനെ മത്സരിപ്പിക്കരുതെന്ന ഭർത്താവ് ജോർജ് ജോസഫിന്റെ ആവശ്യം ചർച്ചയാകുന്നത്. ആറന്മുളയിൽ വീണയെ മത്സരിപ്പിക്കാനുള്ള തീരുമാനം CPM എടുത്ത സ്ഥിതിക്ക് അതിൽ നിന്നും പിന്നാക്കം പോകാനാകില്ല എന്ന സൂചനയാണ് പാർട്ടിയിൽ നിന്നും പുറത്തു വരുന്നത്. അതേസമയം ഭർത്താവ് ജോർജിന്റെ ആവശ്യം തോമസ് ഐസക് സംസ്ഥാന സെക്രട്ടേറിയറ്റിന് റിപ്പോർട്ട് ചെയ്തിരുന്നു. മത്സരിക്കാൻ താല്പര്യമില്ലെങ്കിൽ വീണ ജോർജ് നേരിട്ട് അറിയിക്കട്ടെ എന്ന അഭിപ്രായവും നേതൃത്വത്തിലുണ്ട്. അതേസമയം PR ടീമുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് മന്ത്രി. പത്തനംതിട്ടയിലെ 2 സർക്കാർ പരിപാടികളിൽ പങ്കെടുത്ത വീണ ജോർജിനൊപ്പം തെരഞ്ഞെടുപ്പ് പ്രചാരണ ടീമും ഉണ്ടായിരുന്നു. എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറ, വൈപ്പിൻ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ CPMൽ തീരാത്ത ആശയക്കുഴപ്പമാണ്. M സ്വരാജിന് പകരം തൃപ്പൂണിത്തുറയിലേക്ക് വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണനെ മത്സരിപ്പിക്കാനായിരുന്നു നീക്കം. എന്നാൽ ഇക്കാര്യത്തിൽ എറണാകുളത്തെ CPMൽ അഭിപ്രായ വ്യത്യാസം ശക്തമായി. ഉണ്ണികൃഷ്ണന്റെ വിജയസാധ്യതയിൽ ഒരു വിഭാഗം നേതാക്കൾ സംശയം പ്രകടിപ്പിച്ചു. വൈപ്പിനിലും ആശയക്കുഴപ്പം തുടരുകയാണ്. 2 സീറ്റുകളിലെയും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ ജില്ലാ സെക്രട്ടേറിയറ്റ് സംസ്ഥാന നേതൃത്വത്തെ ചുമതലപ്പെടുത്തി. സംസ്ഥാന സെക്രട്ടേറിയറ്റും ജില്ലാ സെക്രട്ടേറിയറ്റും അംഗീകരിച്ച് മുന്നോട്ട് വെച്ച സ്ഥാനാർത്ഥി പട്ടികയെ ചൊല്ലി കണ്ണൂർ ജില്ലയിലെ CPM അണികൾക്കിടയിൽ എതിർപ്പും മുറുമുറുപ്പും. 2 തവണ എന്ന വ്യവസ്ഥയിൽ KK ശൈലജയ്ക്ക് ഇളവ് അനുവദിച്ചപ്പോൾ സ്പീക്കർ AN ഷംസീറിനെ പരിഗണിക്കാത്തതിന് പിന്നിലുള്ള ന്യായമാണ് ചിലർ ചോദ്യം ചെയ്തത്. മുഖ്യമന്ത്രി പിണറായി വിജയന് ഇക്കാര്യത്തിൽ നൽകുന്ന ഇളവിനെ ആരും ചോദ്യം ചെയ്യുന്നില്ല. എന്നാൽ ജില്ലയിൽ തന്നെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഉണ്ടാകുന്ന ഇരട്ടത്താപ്പ് എന്തുകൊണ്ടാണെന്നും അവർ ചോദിക്കുന്നു.
2016-ലും 2021-ലും രണ്ടാം സ്ഥാനത്ത്. 2026-ൽ കഥ മാറ്റിയെഴുതും. പാലക്കാട് പിടിക്കാൻ ശോഭാ സുരേന്ദ്രൻ. BJP പ്രതീക്ഷയർപ്പിക്കുന്ന പാലക്കാട് നിയോജക മണ്ഡലത്തിൽ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ തന്നെ സ്ഥാനാർത്ഥിയാകും. അടുത്ത ദിവസം മുതൽ അനൗപചാരികമായി പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് സൂചന. സാധ്യതാ പട്ടികയിൽ അവസാന ഘട്ടത്തിൽ ശോഭാ സുരേന്ദ്രനും പാർട്ടി ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനുമാണുള്ളത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പാലക്കാട് വനിതാ സ്ഥാനാർത്ഥിയെ പരിഗണിക്കണമെന്നായിരുന്നു സംഘപരിവാർ നിർദ്ദേശം. പ്രശാന്ത് ശിവനെ കഴിഞ്ഞ തവണ അദ്ദേഹം മത്സരിച്ച ആലത്തൂരിൽ പരിഗണിക്കാനാണ് സാധ്യത. 2016-ൽ പാലക്കാട് ശോഭ രണ്ടാം സ്ഥാനത്തെത്തിയിരുന്നു. 2021-ൽ E ശ്രീധരനിലൂടെ BJP രണ്ടാം സ്ഥാനം നിലനിർത്തി. പാലക്കാട് നഗരസഭാ അധ്യക്ഷനും ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ P സ്മിതേഷനാണ് മണ്ഡലത്തിന്റെ തിരഞ്ഞെടുപ്പ് ചുമതല. മലമ്പുഴയിൽ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C കൃഷ്ണകുമാർ ആയിരിക്കും സ്ഥാനാർത്ഥി. കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളിലും കൃഷ്ണകുമാർ മത്സരിച്ച മലമ്പുഴയിൽ BJPയാണ് രണ്ടാം സ്ഥാനത്ത്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അകത്തേത്തറ പഞ്ചായത്തിൽ ഭരണം പിടിച്ചതുൾപ്പെടെ പാർട്ടി കൂടുതൽ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നേട്ടം കണക്കിലെടുത്ത് ഒറ്റപ്പാലം, ഷൊർണൂർ, കൂങ്ങാട് മണ്ഡലങ്ങളിലും നീക്കം ഊർജിതമാണ്. ഷൊർണൂരിൽ വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാൽ, ജനറൽ സെക്രട്ടറി EP നന്ദകുമാർ എന്നിവരും, ഒറ്റപ്പാലത്ത് മേജർ രവി, മുൻ ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ് എന്നിവരും പരിഗണനയിലുണ്ട്. കൂങ്ങാട് മണ്ഡലത്തിൽ BJP സംസ്ഥാന സെക്രട്ടറി രേണു സുരേഷിന് സാധ്യത പറയുന്നുണ്ടെങ്കിലും ജില്ലയിലുള്ള നേതാവിനായിരിക്കും മുൻഗണന. നെന്മാറയിൽ NDA ഘടകകക്ഷി BDJSന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് S അനുരാഗ് ആയിരിക്കും സ്ഥാനാർത്ഥി. BJP സംസ്ഥാന കമ്മിറ്റി തയ്യാറാക്കിയ സ്ഥാനാർത്ഥി പട്ടിക കേന്ദ്ര നേതൃത്വത്തിന് കൈമാറിയെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷമായിരിക്കും തീരുമാനമുണ്ടാവുക. തെരഞ്ഞെടുപ്പിൽ സജീവമായി ഇറങ്ങുന്ന RSS ബൂത്തുതല പ്രവർത്തനത്തിലും ഗൃഹസമ്പർക്കത്തിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുക.